ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ DSRA കോപത്തിന്റെ ദിനം അതിന്റെ പ്രീമിയർ ഷോ, പ്രീ റിലീസ് ഷോ ഇപ്പോൾ കണ്ടുവന്നതേ ഉള്ളൂ. നൈറ്റിൽ കണ്ടുകൊണ്ട് അതിന്റെ ആ ഇമ്പാക്ട് ഇപ്പോഴും മാറിയിട്ടില്ല. എന്തോ മൂവി അത്, മലയാളത്തിൽ ഇത്രയും ഹൊറായിട്ടുള്ള ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല. ടോപ്പ് ക്ലാസ് മൂവിയാണ്. രാഹുൽ സദാശിവന്റെ മറ്റ് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രഹ്മയുഗം ആയാലും നമ്മൾ ക്ലാസിക് ഹൊറർ മൂവി എന്ന് പറയാം ബ്രഹ്മയുഗം, അതുപോലെ ഭൂതകാലം, അതെല്ലാം ഹൊറർ മൂഡിലുള്ള ഒരു ഫിലിംസാണ്. അപ്പം അതിലെല്ലാം അദ്ദേഹം ഹൊറർ മൂവീസ് ആണെങ്കിലും പല ഓരോ ഫിലിംസും പല രീതിയിലുള്ള പാറ്റേണിലുള്ള ഹൊറർ മൂവീസാണ്. ഇതും അതുപോലെ തന്നെ, അതുമായിട്ട് യാതൊരു സാമ്യവുമില്ല. വേറെ രീതിയിലുള്ള ഒരു ഹൊറർ, ഒരു രക്ഷയില്ല. പല സീനുകളിൽ നമ്മൾ പേടിക്കും. നല്ല മേക്കിംഗ് ഫസ്റ്റ് ക്ലാസ് മേക്കിംഗ് ആണ്. ഹോളിവുഡ് ലെവലിലുള്ള മേക്കിംഗ് തന്നെയാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് മ്യൂസിക്കാണ്. നമ്മൾ ഈ ഹോളിവുഡിൽ ഫിലിംസ്, നമ്മൾ ഹൊറർ മൂവീസ് കാണുമല്ലോ, അപ്പോൾ ആ ലെവലിലുള്ള അതിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. പിന്നെ ഇതില് നായകനായിട്ട് പ്രണവ് മോഹൻലാൽ, അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ചില സീനുകളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ പെർഫോമൻസ് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് നമ്മൾ ഈ പറയുന്ന ക്ലൈമാക്സും ചില സീനുകളിലൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പടം 18+ ആയതുകൊണ്ട് കുട്ടികൾ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഫാമിലി ആയിട്ട് പോയി കാണാവുന്നതാണ്. ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഫാമിലീസിന് പോയി കാണാം. എനിക്കെന്തായാലും ഒരു പ്രാവശ്യം കൂടെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഈ കമ്മിങ് സൺഡേ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഫാമിലി ആയിട്ട് പോയി കാണുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പടം എന്തായാലും സൂപ്പർ ഹിറ്റ് ആവുന്നതിന് യാതൊരു സംശയമില്ല. താങ്ക് യു.